ഹായ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ ഒരു വേറൊരു അധ്യായത്തിലേക്ക് നമ്മൾ പോകാം. അപ്പം ഇതിൽ പേഴ്സണൽ പ്രോണൗൺസ് ഉണ്ട്. പേഴ്സണൽ പ്രോണൗൺസ് മീൻസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ നൗൺസ്. നാമം, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേരായിട്ട് വരുന്ന അതിനു വേണ്ടി നിൽക്കുന്നതാണ് പേഴ്സണൽ പ്രോണൗൺസ്. പിന്നെ പൊസസീവ് പ്രോണൗൺസ് മലയാളത്തിൽ സംബന്ധിക സർവനാമം. അപ്പം പൊസസീവ് പ്രോണൗൺസ്, പേഴ്സണൽ പ്രോണൗൺസ്, പേഴ്സണൽ പ്രോണൗൺസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ നൗൺസ്. അത് ഒരു നൗണിന് വേണ്ടി നിൽക്കുന്നത്. പൊസസീവ് പ്രോണൗൺസ് എന്ന് വെച്ചാൽ സംബന്ധിക സർവനാമം. മലയാളത്തിൽ എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് അറിയത്തില്ല, അതെങ്ങനെയാണെന്ന് ഇങ്ങോട്ട് പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാവും. അപ്പം ഐ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഐ കൊണ്ട് ആണോ അല്ലയോ എന്ന് സ്റ്റേറ്റ്മെൻറ്റിലും ക്വസ്റ്റ്യനിലും നെഗേഷനിലും ഒക്കെ പഠിച്ചു. അപ്പോൾ ഐ എന്നുള്ളൊരു വാക്ക് അത് പേഴ്സണൽ പ്രോണൗൺസിൽ ഐ എന്ന് പറയും. വെച്ചാൽ ആരാണോ, അപ്പം ഞാൻ എൻ്റെ പേരെന്തോ അതിന് പകരം ഞാൻ എൻ്റെ പേര് പറയണമെന്നില്ല, അതിനൊരു ഐ പേഴ്സണൽ പ്രോണൗൺസ്. പൊസസീവ് പ്രോണൗൺസിലേക്ക് വരുമ്പോൾ ഐ എന്നുള്ളത് ഞാനെന്നല്ലെങ്കിൽ പിന്നെന്താ പറയുന്നത്, ഐ അങ്ങോട്ട് മാറി മൈ ആകുമ്പോഴത്തേക്ക് എന്താ എൻ്റെ, ഞാൻ എൻ്റെ. നമ്മൾ ഇത്രയും പഠിച്ചിരിക്കുക. പേഴ്സണൽ പ്രോണൗൺസിൽ ഐ, പൊസസീവ് പ്രോണൗൺസിലേക്ക് വരുമ്പോൾ മൈ, ഐ എന്നുള്ളത് മൈ. പിന്നെന്താ, പിന്നെ ഹി എന്നുള്ളത് എന്ത് വരും, ഹിസ്. അതൊക്കെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം, ഹിസ്. പിന്നെ ഷീ, ഹർ. ഇറ്റ്സ്, യുവർ. പിന്നെന്താ വരുന്നത്, വി, അവർ. പിന്നെ വരുന്നത് ദേ, വി, അവർ. അപ്പോൾ യു കഴിഞ്ഞ് തീർച്ചയായിട്ടും വി ആണ്. നീ, ഞങ്ങൾ. അപ്പോൾ യു എന്നുള്ളത് നമ്മൾ സിംഗുലറിലും പ്ലൂറലിലും നമ്മൾ യു തന്നെ ഉപയോഗിക്കും. അത് പൊസസീവ് പ്രോണൗൺസിലേക്ക് വരുമ്പോൾ യു ആണ്. വി, ഐ എന്ന് പറയുമ്പോൾ ഞാൻ ഒരാൾ മാത്രമാണ്. അത് ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോഴത്തേക്കത് വി എന്ന് പറയുമ്പോൾ പൊസസീവ് പ്രോണൗൺസിൽ അവർ. വി എന്നുള്ളത് അവർ. ഇനി ദേ എന്ന് പറയുമ്പോൾ അതെനിക്ക് ഞാൻ പറഞ്ഞു പോയത്. ദേ എന്ന് പറയുമ്പോൾ എൻ്റെ മീനിങ് മലയാളം ദേ, അവർ. അപ്പോൾ ദേ എന്നുള്ളത് പൊസസീവ് പ്രോണൗൺസിലേക്ക് വരുമ്പോൾ ദേ, അവരുടെ ദേ. ഇനിയിപ്പം ഹൂ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ വേർഡാണ് ഹൂ എന്ന് പറയുമ്പോൾ പൊസസീവ് പ്രോണൗൺസിലേക്ക് വരുമ്പോൾ ഹൂസ്, ആരുടെ എന്ന് വരും. പിന്നെ ഒരു പേരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ രാമ എന്നാണെങ്കിൽ പൊസസീവ് പ്രോണൗൺസിലേക്ക് വരുമ്പോൾ രാമാസ്. നമുക്കിന്ന് എന്തൊക്കെയാണ് പഠിച്ചെന്നുള്ളത് ഞാൻ ചുരുക്കമായിട്ടെന്ന് പറയാം. പേഴ്സണൽ പ്രോണൗൺസ്, പൊസസീവ് പ്രോണൗൺസ്. പേഴ്സണൽ പ്രോണൗൺസ് ഇറ്റ് സ്റ്റാൻഡ്സ് ഫോർ നൗൺസ്, നാമം. ഒരു നാമം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു വ്യക്തി, ഒരു നാമം, ഒരു പേര്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു വാക്കുകളാണ്. അതിൽ ഐ, പേഴ്സണൽ പ്രോണൗൺസിൽ ഐ എന്ന് വരുമ്പോൾ പൊസസീവ് പ്രോണൗൺസിൽ മൈ. ഇനി ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. ഹി എന്ന് പറയുമ്പോൾ ഹിസ്, ഷീ എന്ന് പറയുമ്പോൾ ഹർ, ഇറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ്, യു എന്ന് പറയുമ്പോൾ യുവർ, വി എന്ന് പറയുമ്പോൾ അവർ, ദേ, ദയർ. ഐ മീൻ ഹൂ, അത് പ്രത്യേകിച്ച് ഓർത്തോണം. ഹൂ എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ വേർഡാ. ഹൂസ്. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു രാമ, പൊസസീവ് പ്രോണൗൺസിൽ പറയുമ്പോൾ രാമാസ്. ഇനി വേറൊരെണ്ണമുണ്ട്, സിമ്പിളാണ്, ഈസിയാണ്. അത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു, ബൈ.